ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ പോകുന്നത് ആലുവ ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അപ്പം നമ്മളൊരു വൈകിട്ടൊരു 6 മണിയൊക്കെ ആയപ്പം ആലുവ ശിവക്ഷേത്രത്തിലേക്ക് പോവുക. അപ്പം നമ്മൾ പോകുന്ന ഒരു എൻട്രൻസാണ് കാണുന്നത് കണ്ടോ. ഈ ഒരു പാലത്തിൽ കൂടെ കയറി അപ്പുറത്തിറങ്ങി സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴാണ് അമ്പലം കാണുന്നത്. ഈ പാലത്തിൻ്റെ അടിയിൽ അവിടുത്തെ കുളമാണ്, ക്ഷേത്രക്കുളം, പുഴ, ആലുവ പുഴ. അപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ വലത് സൈഡിനകത്ത് ഒരു കൊട്ടാരം കാണുന്നുണ്ട് കേട്ടോ, വലത് സൈഡിന്. അത് കഴിഞ്ഞിട്ടാണ് ഈ പാലം തുടങ്ങുന്നത്. നോക്കണേ, കണ്ടേ കൊട്ടാരം കണ്ട. ഇതൊരു ഫ്രണ്ട് നല്ല രസമാണ് കാണാൻ. ഇത് ബാക്ക് സൈഡാണ്, ഫ്രണ്ട് നല്ല ഭയങ്കര ഒരു കൊട്ടാരം പോലെ. അതിൻ്റെ തൊട്ട് താഴെ പുഴയുടെ മേളിൽ കൂടെ ഈ പാലം അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനും. അപ്പം നമ്മൾ ഒരുപാട് തീർത്ഥാടകരുണ്ട് കേട്ടോ. ബസ്സൊക്കെ അമ്പലത്തിന് ഫ്രണ്ടിൽ അപ്പുറത്ത് സൈഡിലായിട്ടാണ് വരുന്നത്. ഇത് നമ്മൾ കാർ കൊണ്ടിട്ടിട്ട് നമ്മളിതിലേക്കൂടെ അങ്ങ് കയറുക. അപ്പം നമ്മൾ അങ്ങോട്ട് ആ പാലത്തിൽ കൂടെ അങ്ങോട്ട് കയറി കഴിയുമ്പോൾ 2 സൈഡിലും പുഴയുണ്ട്. അപ്പം അവിടുത്തെ ആ ഒരു കാഴ്ചകൾ കാണാം. ഇത് രസമാണ്, അടിപൊളിയാണ് കേട്ടോ. ഇത് ഭംഗിയുണ്ട് കാണാനും. നോക്ക്, നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നത്തില്ല, സത്യം. നല്ല ഭംഗി. അതുകൊണ്ടേ അമ്പലം ദൂണ്ട കാണുന്നത് കണ്ടോ. ഒരുപാട് തീർത്ഥാടകർ പുഴയിൽ കുളിച്ചിട്ട് പോയി തൊഴുന്ന്, പിന്നെ കുറേ പേര് പുഴയുടെ ചുറ്റിനും ഇരിക്കുന്നു. ആലും കിളികളുടെയും കാക്കകളുടെയും ഒക്കെ ബഹളവും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ അമ്പലം. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ടൂറിസ്റ്റ് ബസ്സിൽ പളനിയിലൊക്കെ പോയപ്പം ഈ അമ്പലത്തിലേ ഞാൻ വന്നത് ഞാൻ ഓർക്കുന്നത്. അവിടെയൊക്കെ പശുക്കളെ അങ്ങ് അഴിച്ചു വിട്ടേക്കുക കേട്ടോ. അതോ തൃക്കാക്കര അമ്പലത്തിൽ ചെന്നപ്പോഴാണ് പശുക്കുട്ടി ഇടിക്കാൻ വന്നത്. ഇതുണ്ട്, ഇവിടെയും പശുക്കളെ അഴിച്ചു വിട്ടേക്കുക. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ അങ്ങ് വീട്ടിൽ ചെല്ലുമായിരിക്കും. ഇവിടെ നിന്ന് തീറ്റിയൊക്കെ കഴിച്ച് ഇതെല്ലാം പോച്ചയെല്ലാം കഴിച്ചിട്ട് ഇനി കുളത്തിൻ്റെ അടുത്തോട്ട് പോവുക കേട്ടോ. അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിക്കാനായിട്ട് പോവുക. ഇനി കുളത്തിൻ്റെ അടുത്ത് കുറേ പേര് നിൽപ്പുണ്ട്. അങ്ങനെ ഞാൻ അമ്പലത്തിലോട്ട് തൊഴാനായിട്ട് പോകുന്നു. കുഞ്ഞിന് ചോറ് കൊടുക്കാത്തതുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് അവർ വെളിയിൽ നിൽക്കുമായിരുന്നു. ഐശ്വര്യ കണ്ടോ, എന്ത് രസമാണ് കാണാൻ. നല്ലൊരു സന്ധ്യയായപ്പോൾ നല്ല വൈബ് കണ്ടോ, നല്ല രസമുണ്ട്. അങ്ങനെ ഞാൻ തൊഴുതിട്ടൊക്കെ വന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഐശ്വര്യ തൊഴാൻ പോയി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിലേ. ഓം നമ ശിവായ, ശിവക്ഷേത്രം. സന്ധ്യ സമയത്ത് ചെന്നതുകൊണ്ടായിരിക്കാം നല്ല ഭംഗി. ലൈറ്റും വെട്ടവും എല്ലാം അടിപൊളിയായിട്ട് ഭയങ്കര രസമായിരുന്നു കാണാൻ. കണ്ടില്ലേ, ആ പുഴയുടെ സൈഡാണ്. ഇഷ്ടംപോലെ ആളുണ്ടായിരുന്നു. ശരിക്കും ആൾക്കാർ തൊഴുതിട്ട് ആ പുഴയുടെ അരുവിൽ വന്നിരിക്കുക. നല്ല കാറ്റും കൊണ്ട് കുറേ കഴിഞ്ഞിട്ടൊക്കെ ആൾക്കാർ പോകത്തോളായിരിക്കും. പിന്നെ ഈ പാലം കയറിയിട്ട് അപ്പുറം ചെല്ലുമ്പോൾ അവിടെ ഒരു പാർക്കുണ്ട്. അപ്പോൾ കുട്ടികളെയൊക്കെ കളിപ്പിക്കാനും ഒക്കെ നല്ല വൈകുന്നേരത്തൊക്കെ പോയി അമ്പലത്തിൽ തൊഴുതും വെച്ച് കുഞ്ഞുങ്ങളെയൊക്കെ കളിപ്പിച്ചിട്ടൊക്കെ വരാം.
നമ്മുടെ ഇവിടുത്തെ ഫ്ലാറ്റിൻ്റെ കുറച്ചടുത്താണെന്നാണ് പറഞ്ഞത്. എനിക്ക് 2 വീലറിൽ പോയിട്ട് വരാവുന്ന ദൂരേ ഉള്ളെന്നാണ് ജിത്തു പറഞ്ഞത്. കാറും ടൂറിസ്റ്റ് ബസ്സും ഒക്കെ അപ്പുറത്ത് സൈഡ് മാറി കിടക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും എല്ലാം അവിടെ ഉണ്ട്. എല്ലാവരും വന്ന് കുളത്തിലുമൊക്കെ കുളിച്ച് ഭഗവാനെ കണ്ട് തൊഴുത്. താണ്ടെ ഈ പാലത്തിൻ്റെ അപ്പുറത്താണ് നമ്മൾ ഇറങ്ങി അവിടെ ആ കാറ് കിടക്കുന്നത്. നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുളത്തിൻ്റെ അടുത്ത് വന്ന് കുറേ നേരം അവിടുത്തെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.